ഉദരബലം ഒരു സമ്മാനം, മക്കൾ ദൈവത്തിന്റെ ദാനമെന്ന് സങ്കീർത്തനം 127:3 പറയുന്ന ഈ വചനത്തിന് എതിരാണ് ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്ന പാപം. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പാപം. വീണ്ടും അവിടുന്ന് പറയുന്ന മാതാപിതാക്കളെ, ദീർഘകാലം നീ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ നീ നിന്റെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കണമെന്ന്. ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ മാതാവിനെയും പിതാവിനെയും അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് മാതാപിതാക്കളെ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെയും പ്ലേറ്റ് പോലെയും മാതാപിതാക്കളുടെ ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം ഏതനാഥാലയങ്ങളിൽ ചെന്ന് നോക്കിയാലും മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ നമുക്ക് കാണാൻ സാധിക്കും. മക്കളെ പഠിപ്പിച്ച് വലുതാക്കി, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ജോലി കിട്ടി, അവര് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു. ഈ ഒരു പ്രവണതയുടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ ദൈവം വെറുക്കുന്ന നിരവധി പാപങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യ മക്കൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ശാസിന് അനുകൂലമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കടന്നു വന്നു, ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും രക്ഷയില്ല. എന്റെ ആത്മാവ് നിത്യനാശമായ നിത്യനരകത്തിലേക്ക് എന്റെ ആത്മാവ് പോയേനെ. ഞാൻ കടന്നു വന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെങ്കിലേക്ക് കടന്നു വന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദൈവമേ എനിക്കോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോൾ ആദ്യം പോയ സമ്പത്തിന്റെയും അതിന്റെ ഇരട്ടി സമ്പത്ത് കിട്ടുകയും മക്കൾക്ക് നല്ല ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എങ്ങാടിയിലേക്കുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുക. എങ്ങാടിയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കും. ഇതിലെ കാൽത്തടയായി പോകുന്നവര്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, വാഹനം ഓടിക്കുന്നവര്, ഇവിടുത്തെ ബിസിനസ്സുകാര്, ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നവര്, എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കീർത്തനം 127:3 ഈ വചനം അവരിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 ഈ വചനം മരുന്നോ ലേവനോ